നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 23 ഒക്കെ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന പുതിയ കൂട്ടുകാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. ഒരു ബിഗിനർ പെർസ്പെക്റ്റീവിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പല മാർഗങ്ങളുണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട്. എന്ത് തന്നെയായാലും ഏത് മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിലും നിങ്ങൾ തന്നെ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടിസ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗം NCERT ബുക്കുകളാണ്. അതിന് മുമ്പേ തന്നെ സിലബസ് ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സിലബസിന്റെ ഒരു ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആ ഒരു PDF മെയിൻസിന്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഒറ്റ പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ആ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വയ്ക്കാം. ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്തും NCERT ബുക്കുകളുടെ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന സമയത്തും മറ്റ് ബുക്കുകളൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് ഒരു സിലബസ് വീണ്ടും നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു PDF ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഫസ്റ്റ് ലിങ്ക്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഈ തുടങ്ങുന്നതിന് ഒരു ഡെഫിനിറ്റ് മാർഗം ഇല്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് വേണമെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാം, NCERT ബുക്കുകൾ വായിച്ചു വേണമെങ്കിൽ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നുണ്ട് തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ്, നിങ്ങൾ എയ്തർ ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റി, ഈ രണ്ട് സബ്ജക്റ്റുകൾ ഏതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഹിസ്റ്ററി സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങളുടെ പാഠ്യഭാഗത്ത്, അതായത് 9-ലോ 10-ലോ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വായിക്കുമ്പോൾ ഒരു ഫെമിലിയാരിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഹിസ്റ്ററി സബ്ജക്റ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ വായിച്ചു തുടങ്ങാം. ചിലർക്ക് NCERT വായിക്കാൻ അത്ര കണ്ട് ഇഷ്ടം ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബുക്ക് പർച്ചേസ് ചെയ്തുവാണെങ്കിലും വായിക്കാം. അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് ആദ്യം മോഡേൺ ഇന്ത്യ ഒന്ന് വായിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. കാര്യം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ചൂസ് ചെയ്യേണ്ട ഒരു ബുക്ക് എന്ന് പറയുന്നത് രാജീവ് ആഹിർ IPS എഴുതിയ സ്പെക്ട്രം പബ്ലിക്കേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് ഉണ്ടാവും, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഇത് ചൂസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ ബിപാൻ ചന്ദ്ര എഴുതിയ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ബുക്ക് വാങ്ങിച്ച് ഇതിനെ വായിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇതല്ല, പൊളിറ്റി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ബുക്ക് മാത്രം വായിച്ചിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഏകദേശം 1500-ഓളം പേജസ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഒരു 20 പേജസോ 30 പേജസോ വച്ച് പഠിച്ച് തുടങ്ങാം. സെൽഫ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇത് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലാതെയും പഠിക്കാം. കാര്യം വിക്കിപീഡിയ പോലെയുള്ള ബ്രിട്ടാനിക്ക പോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഇതൊന്നും സിവിൽ സർവീസിന് വേണ്ടി എഴുതപ്പെട്ടതല്ല. അപ്പോൾ ഇൻഫർമേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ഫിൽട്ടർ ചെയ്തെടുക്കണം. അപ്പോൾ ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത കാര്യവും അതുപോലെ സിലബസും ഹാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വെച്ചും നിങ്ങൾക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഗ്രാബ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. ഇതൊരു മെത്തേഡ് മാത്രമാണ്, ഞാൻ പറഞ്ഞു, ഒരു ഡെഫിനിറ്റ് മാർഗമല്ല. ഏതൊരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ഇനി പീരിയോഡിക്കൽ വായിക്കണമെന്ന് ചോദിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർക്കുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുകയാണ്, ഒരു GK ടുഡേ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ കമ്പൈലേഷൻ നോക്കിയാണ് പോകുന്നതെങ്കിൽ ഒരു പീരിയോഡിക്കൽ വായിക്കേണ്ട ആവശ്യമില്ല. അതായത് മാഗസിൻ വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ സെലക്റ്റീവ് ആയിട്ടായിരിക്കണം പഠനം നടത്തേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നത്, PIB നോക്കിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. PIBയുടെ വെബ്സൈറ്റ് നോക്കിയില്ല എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിൽ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് സോഴ്സ് വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സോഴ്സിൽ നിങ്ങൾ സംതൃപ്തരായിരിക്കണം. അത്യാവശ്യം കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടുകയും വേണം. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ സിലബസിന്റെ കാര്യം മറന്നുകൊണ്ട അടിയിലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ട് ഒപ്പം സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലോങ് ടൈം പ്രിപ്പറേഷനിലൂടെ മാത്രം സിവിൽ സർവീസിലൂടെ വരണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. അതായത് 2 ഇയേഴ്സോ 3 ഇയേഴ്സോ ഒക്കെ പ്രിപ്പയർ ചെയ്യണം. കാര്യം വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഫൗണ്ടേഷൻ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യുക. 2 വർഷം കൊണ്ട് സിവിൽ സർവീസിന്റെ പ്രിലിംസും മെയിൻസും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സെൽഫ് സ്റ്റഡിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. കാര്യം ആ ഒരു ഡീറ്റെയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു പാഠ്യഭാഗത്ത് അതൊക്കെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചത്.
നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.